അടുക്കള ബ്ലോഗിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെജ് ചൗമിയാണ്. അപ്പൊ അത് നമ്മൾ ഒരു പാത്രം വെച്ചിട്ട് ഗ്യാസ് കത്തിച്ചിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. ആ വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ അതിലോട്ട് നമുക്ക് നൂഡിൽസ് അങ്ങോട്ട് ഇടാം. ഇപ്പൊ ഞാൻ ഉണ്ടാക്കുന്നത് വെജ് വെച്ചാൽ നോൺ വെജ് വെച്ചും ഉണ്ടാക്കാം. ഒരുപാട് അങ്ങ് വെന്ത് പോകണ്ട. നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പ് കൂടി ഇടാം. ഉപ്പും ഒരു ശകല ഓയിലൂടെ ഒഴിക്കാമെങ്കിൽ ഇത് ഒട്ടത്തില്ല. അന്നേരം വെന്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വെന്ത് പോകണ്ട. നമുക്കതെല്ലാം കോരി മാറ്റാം. നമ്മളിത് കോരി എടുത്തിട്ടുണ്ട്. കോരിയിട്ട് കുറച്ച് തണുത്ത വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു ശകലം ഓയിൽ അങ്ങോട്ട് ഇതിലോട്ട് ഒഴിച്ചിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കി എല്ലാ സാധനങ്ങളും അതിന്റെ വഴറ്റിയെടുക്കാം. നമ്മളൊരു ചീനിച്ചട്ടി വെച്ചിട്ട് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. അത് നല്ല ഹൈ ഫ്ലെയിം വെച്ച് വേണം കത്തിക്കേണ്ടത്. ചൈനീസ് എല്ലാം ഉണ്ടാക്കുമ്പോൾ നമ്മൾ അങ്ങനല്ലേ. അപ്പൊ ആവശ്യമുള്ളത് കുറച്ച് ഓയിൽ മതി. ഓയിൽ ഒഴിച്ചിട്ട് അത് നന്നായി ചൂടാകണം. അവിടെ പുക വരുന്ന ആ രീതി വേണം. അതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞ് 2-3 അല്ലി വെളുത്തുള്ളി അതിട്ട് കൊടുക്കാം. ആ കൂട്ടത്തിൽ തന്നെ 2 ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്. ഇതെല്ലാം നീളത്തിൽ ചെറുതായിട്ട് അരിയണം. ഇതൊന്നും ഒരുപാട് അങ്ങ് വഴണ്ട് പോകണ്ട. വെളുത്തുള്ളിയും സവാളയും കണ്ട് 1 മിനിറ്റ് ഒന്നായിട്ടുണ്ട്. അത് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്ക് ഒത്തിരി മൊരിഞ്ഞു പോകണ്ട. ഈ നമുക്ക് ക്യാരറ്റ് 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞതാണ്. ആ കൂട്ടത്തിൽ തന്നെ 1 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. കുരുവൊക്കെ കളഞ്ഞിട്ട് അത് നീളത്തിൽ അരിഞ്ഞത്. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ അത് ഇടാം. ഞങ്ങളിപ്പോൾ ഇടുന്നത് ക്യാരറ്റ്, ക്യാപ്സിക്കം, അതിനോട് തന്നെ ക്യാബേജ്, പിന്നെ ഇത് സ്പ്രിംഗ് ഓണിയന്റെ ബൈറ്റ്, ഇത് ഇത്രയും കൂടെ ഇട്ടൊന്ന് ശകലം ഉപ്പ് ഇടാവും. കാരണം നമ്മൾ മറ്റേത് വേവിച്ചപ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പം സോസൊക്കെ ഒഴിക്കുമ്പോൾ അതിന് ഉപ്പുള്ളതാ. അപ്പൊ കുറച്ച് ഉപ്പിട്ടിട്ട് നോക്കിയിട്ട് ലാസ്റ്റ് ഉപ്പിടാം. ഇനി നമുക്ക് സോസുകൾ ഇടാം. ഇപ്പോഴും തീ നന്നായി കയ്യിലായി വെച്ചേക്കുന്നത്. അപ്പോൾ സോസ് ആദ്യം സോയാ സോസ് ഇടാം. അത് ഒരു 2 സ്പൂൺ സോയാ സോസ് ഇടണം. പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ടാൽ മതി. അതുപോലെ ചില്ലി സോസ് അത് 1 സ്പൂൺ അങ്ങോട്ട് ഇടാം. പിന്നെ റെഡ് ചില്ലി സോസ് എടുത്തിട്ടുണ്ട്. ഇതില്ല എങ്കിൽ വറ്റൽമുളക് ചതച്ചത് ഇട്ടാൽ മതി. മുളക് കൃഷി ചെയ്തിട്ടിട്ടാൽ മതി. അത് ഇട്ടിട്ട് നമുക്ക് കുരുമുളക് പൊടി ഇടണം. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മധുരം ഉപ്പും പുളിയും എല്ലാം ആകാൻ വേണ്ടി നമുക്ക് ടൊമാറ്റോ സോസ് 1 സ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട്. അത് അങ്ങോട്ടില്ല. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. സോസ് ഇട്ടിട്ട് അതെല്ലാം ഒന്ന് വഴറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് 1 സ്പൂൺ വിനീഗർ ഒഴിക്കാം. അത് ഒഴിച്ചിട്ട് നൂഡിൽസ് കൊണ്ടിടാം. വെള്ളം എല്ലാം നന്നായിട്ട് തുറന്ന് പോയിട്ടുണ്ട്. ഒരുപാട് അത് വെന്തും പോയിട്ടില്ല. ഈ പരുവത്തിൽ എടുക്കണം. അപ്പോൾ ആ ചൂടിൽ തന്നെ ആ നല്ല ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പുമൊക്കെ നോക്കി സോസും ഒക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇച്ചിരി സ്പ്രിംഗ് ഓണിയനും അതിൻ്റെ ഗ്രീനൂടെ അങ്ങോട്ട് ഇടാം. വൈറ്റ് ആദ്യം ഇട്ടിരുന്നല്ലോ. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ വെജ് ചൗമീൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് വീഡിയോ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ഇടുകയൊക്കെ ചെയ്യണേ.